Hello, welcome to Red Chart Talks. സ്വാഗതം. നമ്മൾ ഇന്ന് നിഫ്റ്റി 50യുടെ അടുത്ത ദിവസത്തെ, അതായത് ജൂലൈ 7 തിങ്കളാഴ്ചത്തെ സാധ്യതകളാണ് നോക്കുന്നത്. ഒരു ടെക്നിക്കൽ അനാലിസിസ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇതിലെ പ്രധാന കാര്യങ്ങൾ, മാർക്കറ്റിലെ ലെവലുകൾ, ട്രേഡ് സാധ്യതകൾ, അതൊക്കെ നമുക്കൊന്ന് സിമ്പിളായിട്ട് നോക്കാം, അല്ലേ? തീർച്ചയായും. അപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച ജൂലൈ 4 മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 25,461 ഒരു ചെറിയ കയറ്റം, ഏകദേശം 0.22%. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഹയർ ലോ വന്നിട്ടുണ്ട്. അതായത് 25,345 ഒരു സപ്പോർട്ട് എടുത്ത് ചെറുതായി മുകളിലേക്ക് പോയി. ഓക്കെ. വെള്ളിയാഴ്ച അവസാന മണിക്കൂറുകളിൽ നല്ല ബയ്യിങ് കണ്ടു. ആ ഒരു മൊമെന്റത്തിൽ 25,470 എന്നൊരു ഇൻട്രാഡേ പിവറ്റ് ലെവൽ തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. IT, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയൽറ്റി അതൊക്കെയായിരുന്നു കുറച്ചുകൂടി ആക്റ്റീവ്. ശരി. അപ്പോ ഇനി തിങ്കളാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്, അതായത് മുകളിലേക്ക് പോകുമ്പോൾ വില തട്ടാൻ സാധ്യതയുള്ള ആദ്യത്തെ പ്രധാന തടസ്സം എവിടെയാണ്? ഏറ്റവും മുകളിലത്തെ പ്രധാന റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 25,668 25,668. അതെ, അത് കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന വിലയാണ്. പിന്നെ മെയ് ജൂൺ മാസങ്ങളിൽ ഒരു കൺസോളിഡേഷൻ ഉണ്ടായല്ലോ, വില ഒരു റേഞ്ചിൽ നിന്നത്. ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഒരു മെഷേർഡ് മൂവ് ടാർഗറ്റ് കൂടിയാണ് ഈ 25,668. അതായത് ഒരു കണക്കുകൂട്ടിയ ലക്ഷ്യം. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു തടസ്സം വരാം. മനസ്സിലായി. അതിന് തൊട്ടു താഴെ ഒരു സപ്ലൈ സോൺ ഉണ്ടല്ലോ, 25,560 തൊട്ട് 25,600 വരെ. അതെന്താണ് അത്ര പ്രധാനം? ആ സോൺ, അത് 15 മിനിറ്റ് ചാർട്ടിൽ നോക്കിയാൽ മുൻപ് പലതവണ വില അവിടെ തട്ടി താഴോട്ട് വന്നിട്ടുണ്ട്. ഒരു റിജക്ഷൻ ഏരിയ ആണത്. ഓക്കെ. അതുകൂടാതെ ടെക്നിക്കലായി നോക്കുമ്പോൾ ഇച്ചിമോക്കു ക്ലൗഡിന്റെ മുകൾ ഭാഗം, പിന്നെ ഒരു മണിക്കൂർ ചാർട്ടിലെ ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ ബാൻഡ്, അതൊക്കെ ഏകദേശം ഈ ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് അവിടെ സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ശരി. അപ്പോ അന്നത്തെ ദിവസത്തെ ഒരു സെന്റർ പോയിന്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ, ഈ പിവറ്റ് വിവാപ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? അത് ഏകദേശം 25,465 വരും. ഒരു 10-15 പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. വെള്ളിയാഴ്ചത്തെ വോളിയം പ്രൊഫൈൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന വില, വോളിയം POC അവിടെയാണ്. പിന്നെ 5 ദിവസത്തെ EMA, അതായത് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ്, അതും ഈ ഏരിയയിലാണ്. ദിവസത്തെ ട്രെൻഡ് മനസ്സിലാക്കാൻ ഈ ലെവൽ ഒരു പ്രധാന പങ്ക് വഹിക്കും. ഓക്കെ. ഇനി താഴോട്ട് നോക്കുവാണെങ്കിൽ ബയേഴ്സ്, വാങ്ങുന്നവർക്ക് താൽപ്പര്യം വരാൻ സാധ്യതയുള്ള ഡിമാൻഡ് സോൺ എവിടെയാണ്? ഡിമാൻഡ് സോൺ വരുന്നത് 25,320 തൊട്ട് 25,360 വരെയുള്ള ഏരിയയാണ്. ചാർട്ടിൽ പച്ച നിറത്തിൽ കാണിച്ചിട്ടുണ്ടാവും. സപ്പോർട്ടും ഏകദേശം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ സോൺ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഈ ഒരു ചെറിയ അപ് ട്രെൻഡ് ഉണ്ടല്ലോ, ഈ ഹയർ ലോ ഉണ്ടാക്കി പോകുന്നത്, ഇതെപ്പോഴാണ് ഇൻവാലിഡ് ആകുന്നത്? എവിടെ താഴോട്ടു പോയാലാണ് ഈ ട്രെൻഡ് ദുർബലമായി എന്ന് പറയാൻ പറ്റുക? നല്ല ചോദ്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു കയറ്റത്തിന്റെ ഘടന മാറണമെങ്കിൽ വില 25,240 താഴെ പോയി ക്ലോസ് ചെയ്യണം. 25,240. അതെ, ആ ലെവല് ബ്രേക്ക് ചെയ്താൽ ഡെയിലി ചാർട്ടിൽ ഒരു ലോവർ ലോ വരും. അതായത് മുൻപത്തെ താഴ്ന്ന നിലവാരത്തേക്കാൾ താഴെ പുതിയൊരു താഴ്ന്ന നിലവാരം. അത് വന്നാൽ ഈ ഷോർട്ട് ടേം അപ് ട്രെൻഡ് ദുർബലമായി എന്ന് പറയാം. പിന്നെ താഴോട്ടുള്ള സാധ്യതകളാണ് കൂടുതൽ. ഓക്കെ. ഇനി മാർക്കറ്റിലെ മൊമെന്റം, അതായത് ഈ മുന്നോട്ടുള്ള കുതിപ്പിന്റെ ശക്തി, അതെന്താ സ്ഥിതി? RSI ഒക്കെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇത് രസകരമാണല്ലോ. മൊമെന്റം നോക്കുമ്പോൾ വളരെ ചെറിയ ടൈം ഫ്രെയിം, അതായത് 5 മിനിറ്റ് ചാർട്ടിലെ RSI അത് 71 ആണ്. കുറച്ച് ഓവർ എക്സ്റ്റെൻഡഡ് ആണ്. ഓവർബോട്ട് സോണിനടുത്താണ്. അതെ. അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഒരു കൂൾ ഓഫോ വരാം. ഒരു പക്ഷേ ഈ പറഞ്ഞ 25,465 പിവറ്റിലേക്കൊരു ടെസ്റ്റ് നടക്കാം. ശരി. പക്ഷേ 15 മിനിറ്റ് RSI നോക്കിയാൽ അത് 64 ആണ്. അത് ബുള്ളിഷാണ്, പക്ഷെ ഓവർബോട്ട് അല്ല. അതുകൊണ്ട് കുറച്ചുകൂടി മുകളിലേക്ക് പോകാൻ സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരു മണിക്കൂർ RSI ആണെങ്കിൽ 56 ഇങ്ങനെ മെച്ചപ്പെട്ടു വരുന്നു. അതൊരു 60 മുകളിലൊക്കെ എത്തിയാലാണ് കൂടുതൽ സ്ട്രോങ് ആവുക. ഡെയിലി RSI 61 നിൽക്കുന്നു. അത് ജൂൺ പകുതി മുതൽ തുടങ്ങിയ ആ അപ് ട്രെൻഡ് ഇപ്പോഴും ആരോഗ്യകരമായി തുടരുന്നുവെന്ന സൂചനയാണ് തരുന്നത്. ഓക്കെ. അപ്പോ ഈ ഡേറ്റയെല്ലാം വെച്ചിട്ട് ജൂലൈ 7 തിങ്കളാഴ്ചത്തെ ഒരു ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയായിരിക്കും? എവിടെ വാങ്ങാം, എവിടെ വിൽക്കാം? ശരി. ലോങ് പോകാൻ,
അതായത് വാങ്ങാൻ 2 സാധ്യതകളാണ് പ്രധാനമായും കാണുന്നത്. ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ സപ്ലൈ സോൺ ഉണ്ടല്ലോ, 25,600. 25,560-600. അതെ, ആ 25,600 ലെവലിന് മുകളിൽ വില ശക്തിയോടെ ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് കാൻഡിൽ ക്ലോസ് ചെയ്താൽ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ടാർഗറ്റായിട്ട് 25,668, പിന്നെ 25,720 ഒക്കെ നോക്കാം. സ്റ്റോപ്പ് ലോസ് 25,560 താഴെ വയ്ക്കാം. ഓക്കെ, രണ്ടാമത്തെ സാധ്യതയോ? രണ്ടാമത്തേത് വില താഴോട്ട് വന്ന് നമ്മുടെ ഡിമാൻഡ് സോൺ, അതായത് 25,340, 25,360 ഏരിയയിലെത്തുമ്പോൾ അവിടെ നല്ലൊരു ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ, ഉദാഹരണത്തിന് ഒരു ഹാമറോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിങ്ങോ കാണിക്കുകയാണെങ്കിൽ വാങ്ങാം. ടാർഗറ്റ് 25,465 പിവറ്റ്, പിന്നെ 25,560 സപ്ലൈ സോൺ വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് ആ ഡിമാൻഡ് സോണിന് താഴെ ഏകദേശം 25,300 വയ്ക്കാം. ക്ലിയർ. ഇനി ഷോർട്ട് പോകാൻ വിൽക്കാൻ അവസരം കിട്ടുമോ? അതിനും 2 സാഹചര്യങ്ങൾ നോക്കാം. ഒന്ന്, വില മുകളിലേക്ക് പോയി 25,560, 25,600 സപ്ലൈ സോണിൽ തട്ടി നിൽക്കുകയാണെങ്കിൽ, ഓക്കെ, അവിടെ ഒരു ബേറിഷ് കാൻഡിൽ, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെയോ അല്ലെങ്കിൽ ഒരു ബേറിഷ് എൻഗൾഫിംഗ് പാറ്റേണോ വരികയാണെങ്കിൽ അവിടെ ഷോർട്ട് ചെയ്യാം. ടാർഗറ്റ് 25,470 പിവറ്റ്, പിന്നെ 25,360 ഡിമാൻഡ് സോൺ. സ്റ്റോപ്പ് ലോസ് 25,610 മുകളിൽ വെക്കണം. ശരി. രണ്ടാമത്തെ ഷോർട്ട് സാധ്യത? രണ്ടാമത്തത് താഴെയുള്ള ഡിമാൻഡ് സോൺ 25,320. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ ഒരു 15 മിനിറ്റ് കാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചും നല്ല വോളിയത്തോടെയാണ് ആ ബ്രേക്ക് ഡൗൺ വരുന്നതെങ്കിൽ കൂടുതൽ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഷോർട്ട് ചെയ്യാം. ടാർഗറ്റ് 25,240, പിന്നെ 25,180 നോക്കാം. സ്റ്റോപ്പ് ലോസ് ആ ബ്രേക്ക് ചെയ്ത 25,320 ലെവലിന് തൊട്ടുമുകളിൽ ഒരു 25,360 റേഞ്ചിൽ വയ്ക്കാം. വളരെ വ്യക്തമായി പറഞ്ഞു. ഈ റിപ്പോർട്ടില് ഒരു റിസ്ക് മാനേജ്മെന്റ് കാര്യം പ്രത്യേകം പറയുന്നുണ്ടല്ലോ, തുടക്കത്തിലെ സമയം ഒഴിവാക്കുന്നതിനെക്കുറിച്ച്. അതെ, അത് വളരെ പ്രധാനമാണ്. സാധാരണയായി മാർക്കറ്റ് തുറക്കുന്ന ആദ്യത്തെ 15-20 മിനിറ്റ് ഭയങ്കര വോളറ്റൈലായിരിക്കും. വില അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചാഞ്ചാട്ടം കാണിക്കും. ശരിയാണ്. ആ സമയത്ത് പലപ്പോഴും ഫാൾസ് ബ്രേക്കുകൾ വരാം. അതായത് ഒരു ലെവൽ ബ്രേക്ക് ചെയ്തെന്ന് തോന്നിപ്പിച്ച് പെട്ടെന്ന് തിരിച്ചു കയറുകയോ ഇറങ്ങുകയോ ചെയ്യാം. അപ്പോൾ ആ ആദ്യത്തെ കുറച്ച് സമയം ഒഴിവാക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് ഒരു ദിശ കിട്ടിയ ശേഷം ട്രേഡ് എടുക്കുന്നതാണ് സേഫ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പൊസിഷൻ സൈസിംഗ് ആണ്. ഓരോ ട്രേഡിലും നമ്മുടെ മൊത്തം ക്യാപിറ്റലിന്റെ 1% കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് നഷ്ടം വന്നാലും വലിയ ആഘാതമുണ്ടാവാതിരിക്കാൻ സഹായിക്കും. പിന്നെ ഇതൊക്കെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിശകലനമാണ്, ഒരു നിക്ഷേപ ഉപദേശമായി കണക്കാക്കരുത്. തീർച്ചയായും. അപ്പോ ജൂലൈ 7 തിങ്കളാഴ്ച നിഫ്റ്റി 50-യിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ, ട്രേഡ് സാധ്യതകൾ, റിസ്കുകൾ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അതെ, എപ്പോഴും ഓർക്കുക, മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഈ ലെവലുകൾ ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. അച്ചടക്കപ്പോടെ വ്യക്തമായൊരു പ്ലാനോടെ ട്രേഡ് ചെയ്യുക. ശരിയാണ്. നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം വിട്ടേക്കാം. ഒരു പ്രധാന ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവിടെ തട്ടി തിരിയുമ്പോഴോ ആ നീക്കം സ്ഥിരീകരിക്കാൻ മറ്റു സൂചനകൾ കൂടി നോക്കുന്നത്, ഉദാഹരണത്തിന് വോളിയം അല്ലെങ്കിൽ തൊട്ടടുത്ത കാൻഡിലിന്റെ സ്വഭാവം, നിങ്ങളുടെ ട്രേഡിംഗ് തീരുമാനങ്ങളുടെ വിജയസാധ്യതയെ എങ്ങനെ കൂട്ടാൻ സഹായിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. നല്ലൊരു പോയിന്റാണ്.